ഇന്നലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു എനിക്കും വിഷ്ണുവിനും തക്കിട്ടൂനും ഒക്കെ. കാരണം തക്കിട്ടു ആദ്യമായിട്ട് സ്റ്റേജിൽ ഭരതനാട്യം കളിക്കാൻ പോകുന്ന ദിവസമായിരുന്നു ഇന്നലെ. അരങ്ങേറ്റമല്ല, പക്ഷെ അരങ്ങേറ്റത്തിന് മുമ്പ് കുറച്ച് സ്റ്റേജുകളൊക്കെ കയറി കോൺഫിഡൻസ് ആവാൻ വേണ്ടി കുട്ടികളെ ടീച്ചർ വിടണമെന്ന് പറഞ്ഞു. അപ്പം ഗ്രൂപ്പാണ്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാത്തിരുന്ന മൊമെൻറ്റ്സിൽ ഒരെണ്ണമാണ്. അപ്പോൾ കുറേ നാളുകളായിട്ട് തക്കിട്ടു വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസിന് പോവും ഒക്കെ ഉണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് സിക്ക് ആവുന്നുണ്ടായിരുന്നു ഈ മഴയുടെയും ഒക്കെ പ്രശ്നം കാരണം. പക്ഷെ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ആ വ്ളോഗ് കംപ്ലീറ്റ് അങ്ങ് ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് ടൈം ഇങ്ങനെ പ്രൊഫഷണൽ മേക്കപ്പ് ചെയ്യുന്നു. എക്സൈറ്റഡ്? രാവിലെ മുതൽ ഞാനും തക്കിട്ടൊക്കെ എക്സൈറ്റ്മെൻറ്റിലും കംപ്ലീറ്റ് ഇൻട്രസ്റ്റോടെ ഫുൾ പാക്കിങ്ങും നമ്മൾ എനിക്ക് പോകുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഭരതനാട്യത്തിൻ്റെ ഒക്കെ പ്രോപ്പർ ഓർണമെന്റ്സ് ഒക്കെ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ചെവിയിലും ഒക്കെ ഈ കമ്മലുകളൊക്കെ ഇപ്പോഴേ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വേദനയും കുറയൊക്കെ കുറയും കേട്ടോ. യൂസ് ടു ആവും. എക്സാക്ട്ലി. നമ്മുടെ ജ്വല്ലറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈശ്വര, ഇതൊക്കെ ഇവരുടെ മേത്തിട്ടിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പൊ നമ്മള് പാക്ക് ചെയ്യാം. ലിസ്റ്റ് നോക്കി ഓരോ സാധനങ്ങളായിട്ട് വെക്കണം. ഓക്കെ. പക്ഷെ ഇന്നലെ വൈകുന്നേരം നടന്നൊരു സംഭവം വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ അത് നടന്നതിന് ശേഷം ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിപ്പോയി. ഞാൻ ഈ വീഡിയോ ഇടണ്ടാന്ന് തീരുമാനിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്തതുണ്ടല്ലോ, അപ്പം ഈ പോർഷൻ ഞാൻ ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പം അതങ്ങനെ ഇട്ടോട്ടെ. പിന്നെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, നിനക്കങ്ങനെ ചെയ്താൽ സമാധാനം ഉണ്ടാവുമെന്ന്. ഇല്ല, കാരണം ഞാൻ വലിയൊരു കാര്യമായിരിക്കും ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ടാവുക. അത് നിങ്ങളെടുത്തുനിന്നായിക്കോട്ടെ, ഭാവിയിൽ തക്കിട്ടു ഇത് കാണുമ്പം ഡെഫിനറ്റ്ലി തക്കിട്ടു ഓർക്കുന്ന ഒരു ദിവസമായിരിക്കാം, പക്ഷെ അവളൊരു നല്ല ദിവസമായിട്ടേ ഓർക്കുള്ളൂ. പക്ഷെ എനിക്ക് ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിട്ട് ഞാൻ ഇതിനെ ഓർക്കുള്ളൂ. നമ്മൾ രാവിലെ ഫുൾ റെഡിയൊക്കെ ആയി നമ്മൾ ടീച്ചറിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ തന്നെയായിരുന്നു എല്ലാ കുട്ടികളും ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഒരുപാട് പിള്ളേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടാണ് ഓരോ കുട്ടിക്കും ചെയ്യുക. കാരണം നമ്മളൊരു ആവറേജ് 45 മിനിറ്റ് ടു 1 hour ഒരു കുട്ടിക്ക് മിനിമം എടുക്കും. മേക്കപ്പും അല്ല, ആക്ച്വലി 2 hours എടുക്കും ഹെയറും ഒക്കെ കൂടി ഒരുമിച്ച് ചെയ്യാൻ. പക്ഷെ അതിലും സ്ലോ ആയിരിക്കും കുഞ്ഞു കുട്ടികളാകുമ്പോൾ, കാരണം സഹകരണം കുറച്ച് കുറവായിരിക്കും. അപ്പോൾ രാവിലെ മുതൽ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഓരോ കുട്ടിയുടെയും ടേണൊക്കെ. ഞാൻ എൻജോയ് ചെയ്യായിരുന്നു മൊത്തത്തിൽ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്നെ ആണെങ്കിൽ പോലും വിഷ്ണുവിനാണെങ്കിൽ പോലും നമ്മുടെ അമ്മമാർ ആ സമയത്ത് ഓരോ സ്ഥലത്ത് ഡാൻസിനൊക്കെ കൊണ്ട് നടന്നപ്പം നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ ഡാൻസ് ചെയ്യണ്ടേ, ഇവർക്ക് എന്തറിയാൻ, നമ്മളല്ലേ ഡാൻസ് ചെയ്യുന്നത് എന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അമ്മയ്ക്ക് എന്ത് ടെൻഷൻ, ഞാനല്ലേ പോയി കളിക്കണ്ടേന്ന്. പക്ഷെ എനിക്ക് പോയി കളിച്ചാൽ മതി. ആ കളിക്കുന്നവരെ എന്നെ എത്തിക്കാൻ എൻ്റെ അമ്മ പെടുന്ന പാട്, ആ എഫേർട്ട്, അതൊക്കെ ഞാനൊരു അമ്മേനെ ശേഷം തന്നെയാണ് അറിയുന്നത്. മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെ? ഇപ്പോൾ ഒറ്റ ചിന്തയുള്ളൂ, ആ കുഞ്ചലോടെ കാണുന്നത് കയ്യിൽ പോരാതെ ആ കുഞ്ചലം അവളുടെ തലയിൽ തന്നെ ഇരിക്കണം എന്നുള്ള ഒറ്റ പ്രാർത്ഥനയും ഞങ്ങൾ ഇരിക്കുന്നത്. അടുത്ത കുഞ്ചല റാണി ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ അമ്മയും എന്നെ പ്രിപ്പയർ ചെയ്യാൻ, മോളെ എങ്ങനെയുണ്ട്, കാരണം കുറേ ദിവസമായി പ്രാക്ടീസ് അടുപ്പിച്ചിട്ടുണ്ട്. അതും അതിൻ്റെ ഇടയ്ക്ക് അവളുടെ വേറെ ക്ലാസ്, എൻ്റെ കുറേ ഷൂട്ട്സ്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ എനിക്ക് ഒരിക്കലും ഒരു ഇത്തിരി പോലും അവൾ മിസ് ചെയ്യരുതെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് എൻ്റെ മാക്സിമം നമ്മൾ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇന്നലത്തെ പരിപാടി, അതായത് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പം, മേക്കപ്പ് അല്ല, ഹെയർ ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഭരതനാട്യത്തിൽ പരിചയമുള്ളവർക്ക്, ചെയ്തിട്ടുള്ളവർക്ക്, കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഹെയർ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ പെയിൻസ്, അതായത് ഓരോ സ്ഥലവും ഇങ്ങനെ ചരട് വെച്ച് ടൈറ്റായിട്ട് കെട്ടും തോറും നമ്മുടെ നെറ്റീൻ്റെ മേലെ ഇങ്ങനെ ഒരാൾ പിടിച്ചിങ്ങനെ അമർത്തുന്ന പോലെ നമുക്ക് തോന്നും. പെയിനിങ് കുറച്ച് വേദനയാണ്, അതിപ്പോൾ ഉണ്ടാവും, അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അത് കുറച്ച് കഴിയുമ്പോൾ അറിയുകയേ ഇല്ല. ആ ഫീലിംഗ് ശീലമായി കഴിഞ്ഞാൽ, എനിക്കൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശീലമായി. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് വെച്ച് ഡാൻസ് കളിക്കാനും കുറേ മണിക്കൂർ അത് വെച്ച് ഇരിക്കാനൊക്കെ. കുറച്ച് കഴിയുമ്പോൾ അതവിടെ തരിച്ചു പോകും, നമ്മൾ അറിയത്തില്ല. അപ്പം ഞാൻ മോള് ഭയങ്കര ഡിസ്കംഫർട്ട് കാണിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അവളുടെ അടുത്ത്, മോളെ ഇത് 5 minutes കഴിയുമ്പോൾ ശരിയാവും, 5 minutes കഴിയുമ്പോൾ ശരിയാവുന്നു. അപ്പം അവൾക്ക് ആ ഡിസ്കംഫർട്ടിൽ അവൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു, ചിക്കു എനിക്ക് വയറ് വേണിക്കുന്നതാണ്. അതുവരെ എക്സൈറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ടിരുന്ന ഞാൻ, എൻ്റെ കിളി ആ സമയത്ത് പോയി.
കാരണം അവൾ ജസ്റ്റ് ഒന്ന് റിക്കവർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു തീർന്നു. ഇന്ന് പിന്നെ ഞാൻ ആലോചിക്കുന്നത് അവൾ സ്റ്റേജിൽ കയറുന്നു, ഡാൻസ് കളിക്കുമ്പോൾ വോമിറ്റ് ചെയ്യുന്നു, വീഴുന്നു, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നാച്ചുറലി ഞാൻ കുറച്ച് ഓവർ ബോർഡ് ഡ്രാമാറ്റിക് മദർ ആവുന്നതാണ്. പക്ഷേ അവിടെ നമ്മൾ ഒരാൾ പോരാ ഒരു കുട്ടീനെ റെഡിയാക്കാൻ, ഒരു 2-3 പേര് മിനിമം വേണം. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് ഓരോന്നും ചെയ്യുമ്പം ഇവൾ ഈ വയറ് വേനാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. എൻ്റെ കംപ്ലീറ്റ് പ്ലാൻസും പോയി. എത്രയും പെട്ടെന്ന് അവൾക്ക് മരുന്ന് കൊടുക്കുന്നു, സെറ്റിലായോ നോക്കുന്നു, പിന്നെയും അവൾ ഇല്ല എന്ന് പറയുന്നു, പിന്നെയും അവൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, പക്ഷെ അവൾ ശരിയാവുന്നില്ല എന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് മനസ്സിലായി അത് ആ ഡിസ്കംഫേർട്ട് അവൾ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാണ്ട് അവൾ പറയുന്നതാണ് വേദന. അത് പക്ഷെ വയറാണ് അവൾ ചൂസ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ കംപ്ലീറ്റ് ഇത് പോയി. പിന്നെ ഓക്കെ, ഏകദേശം ഓക്കെ ആയി. പക്ഷെ അവളുടെ കാര്യങ്ങൾ സെറ്റിൽ ആവാൻ എടുത്ത സമയം ഒരുപാട് കാര്യങ്ങളിൽ ഡിലേ വന്നു. അതായത് അവൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡിയാവാൻ വേണ്ടിയിട്ട്. ബാക്കി കുട്ടികളൊക്കെ റെഡിയായി വരുമ്പം ഇവളുടെ ആദ്യം അവളെ ഓക്കെ ആക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ. പിന്നെ നമുക്ക് പതുക്കെ ഒരുങ്ങാം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് അവളെ ഡിലേ ആക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആകത്തിൽ. ടൈമിങ് ഓക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. പിന്നെ എല്ലാം എടുക്കുന്നുണ്ടോ, എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ, ഇനി ഇവിടെ ഞാൻ എന്തെങ്കിലും മറന്നു വെക്കുക. കാരണം ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണല്ലോ ഇതൊക്കെ. അപ്പോൾ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ വേറെ കുറേ കുട്ടികളുടെ അമ്മൂമ്മമാരെയൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മേനെയും ഒരുപാട് മിസ് ചെയ്തു. ഒരുപാടെന്ന് വെച്ചാൽ അമ്മ പറയുണ്ടാവും, ഇപ്പം മനസ്സിലായല്ലോ, അതാ അത് കഴിഞ്ഞ് ടീച്ചർക്ക് നമ്മൾ ദക്ഷിണൊക്കെ കൊടുത്ത് മോള് വെറ്റിലടക്കം ചിലങ്കയും കൊടുത്ത് ഇങ്ങനെ ഇറങ്ങുവാണ് നമ്മൾ അവിടുന്ന്. അപ്പം മോള് പറഞ്ഞു ചിലങ്കി ഇടാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു മോളെ ചിലങ്കി ഇട്ടാൽ നമ്മൾ ചെരുപ്പിടാൻ പാടില്ല, അപ്പം സ്റ്റേജ് കയറുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ചിലങ്കി ഇട്ട് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് രാവിലെ മുതൽ ഇത്രയും വേർത്ത് മുഷിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, 5 മിനിറ്റ് പോലും ഇല്ല. വേഗം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് ഒന്ന് എനിക്ക് ഡ്രസ്സ് മാറണം, എന്നിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 5 മിനിറ്റിൽ ഇങ്ങനെ ഫുൾ സ്പീഡിൽ തക്കിട്ട് ഫുൾ ഒരുങ്ങി കഴിഞ്ഞു. ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ട് അങ്ങനെ ഞാൻ തക്കിട്ടു. നമ്മൾ 3 പേരും നമ്മളെ ഫുൾ സ്പീഡിൽ നമ്മൾ വിടുകയാണ്. തക്കിട്ടു റെഡി, എക്സൈറ്റഡ്, സ്റ്റെപ്സ് ഓർക്കാൻ നോക്കുന്നുണ്ടോ? എല്ലാം തറുവാണ്. ആർ യു കോൺഫിഡന്റ്? ഓക്കേ. പകുതി വഴി എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ ചിലങ്ക വീട്ടിൽ വെച്ച് മാറുന്നു. എനിക്കിത് എങ്ങനെ ആ സിറ്റുവേഷൻ ഞാൻ പിന്നെ കടന്നു എന്ന് എനിക്കറിയില്ല. ഇതൊരു വലിയ കാര്യമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ എനിക്കിതൊരു വലിയ കാര്യമായിരുന്നു. കാരണം തക്കിട്ടുവിൻ്റെ ആദ്യത്തെ ഭരതനാട്യം പെർഫോമൻസിൽ നമ്മൾ ചിലങ്കിടാതെ സ്റ്റേജിൽ കയറുമ്പം അത് എന്തെങ്കിലും ഒരു മറ്റേ നമ്മൾ അന്ധവിശ്വാസം എന്നൊക്കെ പറയില്ല, അതുപോലെ എന്തെങ്കിലും ഒരു കേടാണോ അത്, ഇത് ഇനി ഭാവിയിൽ അവൾ എന്നെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തില്ലേ, അവൾക്കിത് തീരാ വിഷമമായിട്ട് ഉണ്ടാവില്ലേ, ബാക്കി കുട്ടികളുടെ കാലിൽ ചിലങ്ക കാണുമ്പോൾ അവൾക്ക് വിഷമാവില്ലേ, എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവളെ ആ ചിന്തകൾ ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യായിരുന്നു എന്നെ. ബിക്കോസ് എനിക്കറിയാൻ തിരിച്ച് വീട്ടിൽ പോയി ഇനി എത്തില്ല എന്ന്. കാരണം ടീച്ചറിൻ്റെ വിളി വന്നു തുടങ്ങി, പരിപാടി ഇപ്പം തുടങ്ങും. അവിടെ അമ്പലം എത്തിയതും ഇറങ്ങി ഓടുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഓൾറെഡി പിള്ളേർ സ്റ്റേജിൽ കയറി, പാട്ട് വെക്കേണ്ട താമസമുള്ളൂ. തക്കിട്ടുവിന് ചിലങ്കയില്ല. ടീച്ചറെ കണ്ടതും ഞാൻ ചിലങ്കയില്ല എന്ന് പറഞ്ഞു. ടീച്ചർ ഉടനെ എൻ്റെ അടുത്ത് അതിനെന്താ ഒരു കുഴപ്പമില്ല, അവള് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് മോളങ്ങ് കയറുക. അപ്പം എനിക്ക് ആ സമയത്ത് എന്താണെന്നറിയില്ല, ഞാനൊരു ഓവർ ഇമോഷണൽ ഡ്രാമാറ്റിക് അമ്മ തന്നെയാകും. അതെന്താണെന്നറിയില്ല. അപ്പം ഈ വ്ളോഗ് എനിക്ക് കുളമാക്കരുത് എന്നുണ്ട്. കാരണം ഭാവിയിൽ തക്കിട്ടും ഇത് കണ്ടിട്ട് എന്നെ കളിയാക്കാതിരിക്കാൻ എനിക്കിത് പറയണമെന്നുണ്ട്. പക്ഷെ ഞാനിത് എങ്ങനെയാണ് ഇമോഷണൽ ആവാണ്ട് എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിഷ്മില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ചിലങ്ക മറന്നു എന്ന് അറിഞ്ഞ ആ സമയം മുതൽ എനിക്കെല്ലാം സ്ലോ ആയിപ്പോയി. തിരിച്ചു പോകണോ, നമ്മളിനി പോർട്ടറിനെ വിളിച്ചാൽ എത്തില്ല എന്ന് പറയാം. പക്ഷെ എന്നാലും ഞാൻ പോർട്ടറിനെ ബുക്ക് ചെയ്തു. എനിക്കറിയാം എത്തില്ല എന്ന്, പക്ഷെ തിരിച്ചു പോകാനും പറ്റില്ല. പക്ഷെ ടീച്ചറും വിളിക്കുന്നുണ്ട്, പരിപാടി തുടങ്ങാറായി. സത്യം പറഞ്ഞാൽ തക്കിട്ടുണ്ട് കാല് പിടിച്ച് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അമ്മോ, തക്കിട്ടു എൻ്റെ മുന്നിൽ കൂടെ പാട്ട് വെക്കുന്നു. അവളെ ഈ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ അവൾക്കറിയാം അവൾ ആ സൈഡിൽ നിന്നാണ് എൻട്രി ചെയ്യുന്നത്. പാട്ട് പ്ലേ ചെയ്തപ്പോൾ അവളുടെ ഫേസ് ഇങ്ങനെയായിരുന്നു.
അപ്പുറത്തേക്കൂടെ ഓക്കെ എന്നിട്ട് അവളിങ്ങനെ ഓടുക. അപ്പം ഞാൻ പറയാം, എൻ്റെ മോളെ നിന്റെ കാലിൽ ചിലങ്കില്ലാത്ത പ്രശ്നമാണോ നിനക്ക് എന്ന് പോലും എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. എന്നിട്ട് അവളാ സ്റ്റേജ് കയറി പാട്ട് വെച്ചതും അവൾ ആ ഫസ്റ്റ് സ്റ്റെപ്പും കളിച്ച് അങ്ങ് കയറി. വീഡിയോ ഷൂട്ട് ചെയ്യാണ് ഞാൻ. പക്ഷെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം എനിക്ക് ആ കാല് കാണുമ്പോൾ വിഷമാവുന്നു, അവളുടെ കാലിൽ ചിലങ്കില്ലാത്ത. അപ്പം ഞാൻ കാല് കവർ ചെയ്ത് വീഡിയോ എടുക്കാം. പക്ഷെ ഉള്ളിൽ ഞാൻ പൊട്ടുകയാണ്. ഞാൻ ഇങ്ങനെ എന്നോട് തന്നെ പറയാം കരയില്ല. അപ്പോഴത്തേക്ക് സൈഡിൽ കുറച്ച് പുറത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ കണ്ട് സംസാരിക്കാനും വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കരയല്ലേ നീ ഹോൾഡ് ചെയ്യും. അപ്പം എല്ലാം ഇങ്ങനെ കഴിഞ്ഞ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞതും ഐ ജസ്റ്റ് വാണ്ടഡ് ടു ജസ്റ്റ് ഗ്രാബ് തക്കിട്ടു ആൻഡ് ഹഗ്. പെർഫോമൻസ് കഴിഞ്ഞ കറക്റ്റ് സമയത്ത് പോർട്ടർ ചേട്ടൻ വിളിച്ചു, മാഡം കയ്യിൽ ചിലങ്കിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ലാസ്റ്റ് മംഗളത്തിൽ ഇനി കയറുമ്പോൾ ചിലങ്കിട്ട് കയറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ പോർട്ടർ ബുക്ക് ചെയ്തത്. തക്കിട്ടു പുറത്ത് വന്നു വരുന്നതും ഐ ജസ്റ്റ് ഗ്രാബ്ഡ് ഹെർ ആൻഡ് ഹഗ്ഡ് ഹർ സെയിങ്, ഓ നീ എന്ത് രസമായിട്ട് ചെയ്ത, എന്ത് കോൺഫിഡൻസ്. അപ്പം ചിന്നു ഉണ്ടായിരുന്നു, രാഹുൽ ഉണ്ടായിരുന്നു, ചിന്നുവിൻ്റെ ഫ്രണ്ട്, തക്കിട്ടുൻ്റെ ഡെന്റിസ്റ്റ്, മെഗാ ഡോക്ടർ, അങ്ങനെ കുറേ വന്നിരുന്നു. എൻ്റെ കസിൻസ്, കുക്കു, അപ്പോൾ എല്ലാവരും വന്നു ആ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് അവളുടെ. പക്ഷെ എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കാരണം അവൾക്ക് വിഷമമായിട്ട് പെർഫോമൻസ് കൊള്ളാവോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. പക്ഷെ ഒരു രീതിയിലുള്ള വിഷമം അവൾ സ്റ്റേജിൽ നിന്ന് കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവൾ കോൺഫിഡൻറ്റും ആയിരുന്നു. ഇവരാരും അറിഞ്ഞിട്ടില്ല അവൾ ചിലങ്കിട്ടിട്ടില്ല എന്നുള്ളത്. കാരണം അത് വ്യക്തമായി നമുക്ക് കാണാം, നേരിട്ട് കാണുന്നവർക്ക്. പക്ഷെ എൻ്റെ ആൾക്കാർക്ക് അത് നോട്ടീസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ബിക്കോസ് അവർ പറയുന്നത് തക്കിട്ടുവിൻ്റെ മുഖത്ത് അത്രയും കോൺഫിഡൻസ് ആയിട്ട് താഴെ നോക്കിയില്ല എന്ന്. പക്ഷെ തക്കിട്ടുവിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ദേഷ്യമോ വിഷമോ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ ഭയങ്കര കാമായിട്ടോ. എല്ലാം കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങി വീട്ടിലെത്തിയിട്ട് ഞാൻ അവളുടെ ഓരോന്നായിട്ട് ഡ്രസ്സും മേക്കപ്പ് ഇങ്ങനെ അയക്കുമ്പോൾ ഞാൻ പറഞ്ഞു, തക്കിട്ടുവിനോട് എനിക്കൊരു കാര്യം പറയണം. ചിക്കുവിന് ഭയങ്കര വിഷമായി ഇന്ന് ചിക്കുവിൻ്റെ കെയർലെസ്നെസ് തന്നെ സംഭവിച്ചത്. ഐ റിയലി തോട്ട് യു വുഡ് ക്രൈ തക്കിട്ടു. പക്ഷേ തക്കിട്ടു എന്ത് കോൺഫിഡൻസോടെ അതൊരു പ്രശ്നമല്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ. അവളുടെ റിപ്ലൈ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ചിക്കു ആ ചിലങ്ക മറന്നതുകൊണ്ട് ഐ ഹാഡ് 2 advantages. ഞാൻ പറഞ്ഞു എന്ത്? 1, ഞാൻ ചിലങ്ക ഇട്ടിട്ടില്ല എന്ന് ആരും കാണാതിരിക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് അരമണ്ഡലം ഇരുന്നു എന്ന്. അതായത് അരമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വാട്ട് പൊസിഷനില്ലേ ഭരതനാട്യത്തിലെ മിഡ് സ്ക്വാട്ട്, അതാണത്. അപ്പോൾ അത് കുറച്ചും കൂടി താഴോട്ട് അവൾ ഇരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സ്കേർട്ട് ഇച്ചിരിയും കൂടെ കാല് കവർ ചെയ്യും. അപ്പം അവള് കാല് ആരും നോട്ടീസ് ചെയ്യാതിരിക്കാൻ ഇച്ചിരിയും കൂടെ ഞാൻ അരമണ്ടി അധികം ഇരുന്നു. അപ്പം ചിലങ്കിട്ടിട്ടില്ല എന്ന് മനസ്സിലാവില്ലല്ലോ. പിന്നെ ആ കാല് പൊക്കണ സ്റ്റെപ്പില്ലേ, ആ സമയത്ത് ഞാൻ കുറച്ച് അധികം പൊക്കി. അപ്പം സ്കേർട്ടിൻ്റെ അടിയിൽ കാല് മേലേക്ക് വരും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പോൾ എൻ്റെ ഡാൻസും നൈസായിട്ട് തോന്നും പുറത്തുനിന്ന് കാണുമ്പോൾ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ചിലങ്കിട്ടിട്ടില്ല എന്ന് ആരും അറിയില്ല. ഇത് പറഞ്ഞ തക്കിട്ടൂനെ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറ. ആ ഒരു ഉത്തരം കേട്ടതിന് ശേഷം എന്താ അതിന് പറയേണ്ടതെന്ന് എനിക്ക് അറിയാണ്ട് ഞാൻ കുറേ ഉമ്മകൾ കൊണ്ട് അവളെ മൂടി. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും നല്ല വർക്ക്, ഏറ്റവും നല്ല പ്രൊഡക്ഷൻ, എൻ്റെ ഏറ്റവും നല്ല വർക്ക് സോഫാർ എന്ന് പറഞ്ഞ് എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എൻ്റെ മോള്. ടച്ച് വുഡ്, ടോ എന്താ പറയുക, നമ്മൾ പറയും, എന്താ പറയുക, നമ്മുടെ മക്കൾ എന്തെങ്കിലും ഇത് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, അയ്യോ ഈശ്വര ഒന്നും വരാതിരിക്കട്ടെ. ഞാൻ അങ്ങനത്തെ ഒരു സൂപ്പർസ്റ്റിഷ്യസ് മദറുമായി മാറി. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി, അത് അങ്ങനെ ഇതാവട്ടെ. പക്ഷേ ഷീ ടോട്ട് മീ സോ മച്ച്. ആൻഡ് പിന്നെ ഞാൻ ഓർത്ത വേറെ കാര്യം, കിടന്ന് അവൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു, എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൽ അമ്മയ്ക്ക് എൻ്റെ യൂണിഫോം മറന്നു പോയിട്ടുണ്ട് അബുദാബിയിൽ വെച്ച്. അതുപോലെ ചെറിയ കാര്യങ്ങൾ എൻ്റെ അമ്മയ്ക്കും പറ്റിയിട്ടുണ്ട്, ഇപ്പം എനിക്കും പറ്റുന്നുണ്ട്. സർവ്വസാധാരണമാണ് ഈ കാര്യങ്ങൾ. പക്ഷേ ഞാൻ ആലോചിച്ചത്, ഞാൻ തക്കിട്ടുൻ്റെ പൊസിഷനിലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞേനെ, ഞാൻ ചിലപ്പോൾ എനിക്ക് മാത്രമില്ല ചിലക്ക് അതിന് ബഹളം വെച്ചേനെ. പക്ഷെ അറിയില്ല കേട്ടോ, ആ പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ച് ഞാൻ ചിലപ്പോൾ അവളെ പോലെ ഡീൽ ചെയ്യുമോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷേ children are magic. The way they teach and surprise us is, you can never be ready for it. You don't know what's coming. ആൻഡ് ഇന്നലെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു അത്. അപ്പം ഞാൻ കുറ്റബോധം നിറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിനോട് ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും
അവൾ പറയാ എങ്ങനെയാണ് ഒരാൾക്ക് പെർഫെക്റ്റ് ആവാൻ വേണ്ടി ഇത്രയും ശ്രമിക്കാൻ പറ്റുന്നത്. അത് ഇറ്റ്സ് ഇംപോസിബിൾ. വി ആർ ഡൂയിങ് സോ മച്ച് ഓൾറെഡി. ഞാൻ പറയുന്നത് ഒരു അമ്മ എന്ന നിലയിലല്ല, നമ്മൾ അഡൾട്ട്സ്, നമ്മൾ ഈ ലോകത്ത് സർവൈവ് ചെയ്ത് പോകാൻ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇസ് ഓൾറെഡി സോ മച്ച് ദാറ്റ് നമ്മൾ ആഗ്രഹിക്കാറില്ലേ. നമ്മുടെ മക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ കാണുമ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു, വളരണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ തോന്നാറില്ലേ. ബിക്കോസ് സഡൻലി എവറിത്തിങ് ഇസ് ബിക്കമിങ് കോംപ്ലിക്കേറ്റഡ്. സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റാതെ ആവുമ്പോഴാണ് യൂണിവേഴ്സ് റിമൈൻഡ്സ് അസ് ഓഫ് ബീങ്സ് ലൈക്ക് ദിസ്. അതിപ്പോൾ ഒരു പൂച്ചക്കുട്ടിയാവാം, പട്ടിക്കുട്ടിയാവാം, ഒരു കുഞ്ഞ് മനുഷ്യക്കുഞ്ഞാവാം, എന്തോ ആവാം. അതിപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ മകൾ തന്നെയാണ് എല്ലാ ദിവസവും എന്നെ അത് ഓർമ്മിപ്പിക്കുന്നത്. ഹൗ സിമ്പിൾ ക്യാൻ എവറിത്തിങ് ബി. Why unnecessarily waste your emotions when it's okay? അല്ലേ? അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറയാം ഈ ജാപ്പനീസ് കിറ്റ്സുക്കിനെ പറ്റിയിട്ട്. അതായത് നമ്മൾ വളരെയധികം ബ്രോക്കൺ ആയിട്ട് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം, ഒരു ചെറിയൊരു ബോളോ എന്തെങ്കിലും എടുത്തോ, അത് ഫുൾ ക്രാക്കായി ബ്രോക്കണായി, അത് നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളായിട്ട് അതിനൊരു പുതിയ രൂപം കൊടുത്ത് വേറൊരു പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഗോൾഡ് ലാക്കറൊക്കെ വെച്ച് ആ ക്രാക്ക് പോലും നല്ല ഭംഗിയുള്ള രീതിയിൽ നമ്മളത് പെയിൻറ്റ് ചെയ്തിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇറ്റ്സ് ലൈക്ക് കാണുന്നവർക്ക് അറിയാം കയ്യിൽ നിന്ന് പോയി പൊട്ടിയിരിക്കുകയാണ്, പക്ഷെ പറയാനൊന്നുമില്ല, സാധനം കൊള്ളാം, നന്നായിട്ടുണ്ട്, ഒരു പുതിയൊരു ലുക്കല്ലേ എന്ന് നമുക്ക് തോന്നൂലേ? അതുപോലെയാണ് ഇപ്പം ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക്. ഐ ഡോണ്ട് വാണ്ട് ടു ഹൈഡ് ഇറ്റ്. ആൻഡ് മേ ബി ഇതുപോലെയല്ല, ഇതിനേക്കാളും വലിയ മിസ്റ്റേക്സ് ഇനിയും ചിലപ്പോൾ വരാം, എൻ്റെ ഭാഗത്തു നിന്ന് വരാം, വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് വരാം, എന്തും ആവാം. ബട്ട് വി കൻ നോട്ട് ബി പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. സോ ഐ വാണ്ടഡ് ടു ടെൽ ദിസ് ടു യു ഓൾ സോ ദാറ്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ആൻഡ് വി ആർ ഓൾ ഹിയർ ടു സപ്പോർട്ട് ഈച്ച് അതർ, അല്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പം അതിൻ്റെ അത്ര കാമിങ് ആയിട്ട് വേറെ ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് എ തെറപ്പി. ഒരാൾ നമ്മളടുത്ത് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന പൊസിഷനിലാണ് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുമ്പം നമ്മൾ പെട്ടെന്നൊരു സൂപ്പർമാൻ്റെ വേഷം അണിഞ്ഞ് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുക. പക്ഷെ ആ സൂപ്പർമാൻ വേഷത്തിൻ്റെ അടിയിൽ എത്രത്തോളം വൂൺസ് ഉണ്ട്, എത്രത്തോളം വിഷമങ്ങളുണ്ട്, എത്രത്തോളം പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ളത് nobody knows, right? So it's okay. It's okay to make mistakes. Just tell it out. It's fine. അപ്പോൾ ഇന്നലെ ഷൂട്ട് ചെയ്ത് വെച്ച ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിക്കാം. അപ്പോൾ എൻജോയ് ദ റെസ്റ്റ് ഓഫ് ദ വ്ളോഗ്. ഗജമുഖനെ കായോ ശരണു ശരണം കരുണിസുയൻ